അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല്ല് സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു. പല്ല് എന്നുള്ളത് പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ. എന്നാൽ ആ പല്ല് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പല്ല് നമ്മൾ ഉരക്കണം. വൃത്തിയാക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം പല്ലിൻ്റെ മോണയിൽ ഊന് എന്ന് പറയുന്ന ആ സ്ഥലത്തൊക്കെ കഷ്ണങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അല്ലേ. രോഗങ്ങൾ പല്ല് തേച്ചിലേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് इसलिए दांतों की सफाई और हिफाजत ज़रूरी है अല്ലേ. दांतों की सफाई से इंसान सेहतमंद रहता है. ദാന്തോം കി സഫായി സെ പല്ലുകളുടെ വൃത്തി കാരണത്താൽ ഇൻസാൻ സിഹത്ത് മന്ത് രഹ്താ ഹെ, ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള ആളായി മാറുന്നു അല്ലേ. മനുഷ്യൻ ആരോഗ്യമുള്ള ആളായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളായി മാറുന്നു അല്ലേ. സിഹത്ത് മന്ത് രഹ്താ ഹെ, മനസ്സിലായല്ലോ. ഇസ്കേലിയെ ജറൂറി ഹേ, ഇതുകൊണ്ട് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഉസ്കേലിയ എന്ന് വായിക്കുകയാണെങ്കിൽ അതുകൊണ്ട്, ഇസ്കേലിയ എന്ന് വായിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട്. ഏതായാലും ഇതുകൊണ്ട് അത്യാവശ്യമാണ്. ജറൂർ ഹേർന അത്യാവശ്യമാണ്. എന്തെന്നാൽ ഹം സുബഹ് ഓർ രാത്ത് കോ സോനെ സേ പഹലെ, നമ്മൾ സുബിഹിക്കും അതുപോലെ രാത്രിയും സോനേസെ പഹലെ ഉറങ്ങുന്നതിനു മുമ്പ് മനസ്സിലാവുണ്ടോ. ദാന്തോക്കോ അച്ചി തൊറ ജറൂർ സോഫ് കറേ, പല്ലുകളെ നല്ല രീതിയിൽ, അച്ചി തൊറ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം, നല്ല രീതിയിൽ പല്ലുകളെ നല്ല രീതിയിൽ ജറൂർ സോഫ് കറേ നിർബന്ധമായും ശുദ്ധീകരിക്കണം. ജറൂർ പറഞ്ഞാൽ നിർബന്ധമായും, ജറൂർ സോഫ് കറേ നിർബന്ധമായും ശുദ്ധീകരിക്കണം. दांतों की सफाई के लिए आमतौर पर आजकल ज़्यादातर ब्रश का इस्तेमाल किया जाता है. പല്ലുകളുടെ സഫായി കേലിയെ, ആ ഒരു തെളിച്ചത്തിന് വേണ്ടി, വൃത്തിക്ക് വേണ്ടി, ആംതൗർ പർ പൊതുവെ, ആജ്കൽ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇക്കാലയളവിൽ, ഇക്കാലത്ത്, ആജ്കൽ ഇക്കാലയളവിൽ, സിയാദാത്തർ വളരെ കൂടുതൽ, ഹലോ, സിയാദാത്തർ വളരെ കൂടുതൽ, ബ്രഷ് കാ ഇസ്തേമാൽ കിയാ ജാതാ ഹെ, ബ്രഷ് ഉപയോഗിക്കപ്പെടുന്നു. നമ്മൾ ബ്രഷില്ലേ നമ്മളൊക്കെ ഉപയോഗിക്കണേ. അതെ. അപ്പോൾ പല്ലിൻ്റെ വൃത്തിക്ക് വേണ്ടി ഇപ്പോൾ പൊതുവെ എന്താണ്, ഇക്കാലയളവിൽ അധികവും വളരെ കൂടുതലും ബ്രഷാണ് ഉപയോഗിക്കലെന്ന്. മനസ്സിലായില്ലേ. ആ, इसके अलावा അതിന് പുറമെ മിഞ്ചൻ और മിസ്വാക്ക് से भी दांत साफ किए जाते हैं. മിസ്വാക്ക് കൊണ്ടും മിഞ്ചൻ കൊണ്ടും, മിസ്വാക്ക് മിഞ്ചൻ പറഞ്ഞാലേക്ക് അറിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച അറാക്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അറാക്ക് ഒരു കോല്. അതായത് മിസ്വാക്ക് പറഞ്ഞാൽ വേറെ സാധനം ഉണ്ട്. മിസ്വാക്ക് നമ്മൾ ബ്രഷ് എന്നെന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ പറയും. അത് മലയാളത്തിലാകുമ്പോൾ മിസ്വാക്ക് ചെയ്യാന്നാ പറയാ അല്ലേ. അത്രയേ ഉള്ളൂ, ഒക്കെ ഒന്ന് തന്നെ. പിന്നെ മരത്തിൻ്റെ സാധനങ്ങളാണ് പൊതുവേ ഉണ്ടാവുക മിസ്വാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കൽ പണ്ടത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മിഞ്ചൻ ഓർ മിസ്വാക്ക്, മിഞ്ചൻ കൊണ്ട് മിസ്വാക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ബ്രഷ് ചെയ്യുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ദാന്ത് സോഫ് കിയേ ജാത്തേ ഹൈ, പല്ല് വൃത്തിയാക്കപ്പെടുന്നു. സോഫ് കിയേ ജാത്തേ ഹൈ, വൃത്തിയാക്കപ്പെടുന്നു. ഇപ്രകാരം ദാന്തോ കി സഫായി സേ, ഈ പല്ലുകളുടെ വൃത്തി കാരണമായിട്ട്, പല്ലുകളെ തേക്കുന്ന സമയത്ത്, പല്ലിയെ വൃത്തിയാക്കുന്ന സമയത്ത്, ഉന്മേ അടുക്കേ ഹുയേ രീസെ നിക്കൽ ജാത്തേ ഹൈ, അവയിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള രീസെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പല്ലിൻ്റെ മേൽ ഒട്ടിപ്പിടിച്ചുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ, നിക്കൽ ജാത്തേ ഹൈ പുറപ്പെടുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ അതൊക്കെ പൊയ്ക്കോളും, നല്ല പല്ലയിക്കോളും, നല്ല വൃത്തി വന്നോളും അല്ലേ. ആ,
और दाന്ത് സോഫ് और सेहतमंद रहते हैं. പല്ല് വൃത്തിയുള്ളതും ഓർ സിഹത്ത്മന്ത് രഹ്തേ ഹൈ, വളരെ ആരോഗ്യമുള്ളതും ആയി മാറുന്നു, വളരെ ആരോഗ്യമുള്ളതായി നിലനിൽക്കുന്നു. രഹ്തേ ഹൈ എന്ന് പറഞ്ഞാൽ ശരിക്ക് പല അർത്ഥത്തിനും വരും. ഇവിടെ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ മതി. ആ രീതിയിലായി ഇങ്ങനെ തുടരുന്നു എന്നർത്ഥം. ആരോഗ്യമായ ആ ഒരു രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മനസ്സിലായോ? ഉസ്കെ അലാവ ഇതിന് പുറമെ ദാന്തോ കി മസ്ബൂത്തി और पाईदारी के लिए जरूरी है कि हम खाने पीने में भी एहतियात करें. खाने में दूध और हरी पत्तियों वाली सब्जियां जरूर लें. उसके अलावा അതിനെ പുറമെ दांतों की मजबूत और पाईदारी के लिए പല്ലുകളുടെ ഉറപ്പിന് വേണ്ടിയിട്ടും പല്ലുകളുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും, മസ്ബൂത്തി പറഞ്ഞ ഉറപ്പ്, പായിദാരി പറഞ്ഞ സ്ഥിരത, ഉറപ്പ് രണ്ടും ഒരേ അർത്ഥം. ഉറപ്പിനും സ്ഥിരതക്കും വേണ്ടി ജറൂരി ഹേ അത്യാവശ്യമാകുന്നൊക്കെ എന്തെന്നാൽ ഹം ഖാനെ പീനേമേ നമ്മൾ കുടിക്കുമ്പോഴും തിന്നുമ്പോഴും അന്നപാനീയങ്ങൾക്കിടയിൽ അപ്പോഴും, ബിയർന അപ്പോഴും, അന്നപാനീയങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോഴും ഇഹ്തിയാത്ത് കറേ സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഇഹ്തിയാത്ത് കറേ എന്താണ് സൂക്ഷിക്കേണ്ടത്? കാനേമേ തിന്നുന്ന സമയത്ത് ഭക്ഷണത്തിൽ നമ്മൾ ദൂത്, പാലും അതുപോലെ മിൽക്ക്, ദൂത് പറഞ്ഞാൽ മിൽക്ക്, പാല്, പാലും ഓർ ഹരി പത്തിയും വാലി സബ്സിയ ജറൂർ ലേ, പച്ച ഇലകളുള്ള പച്ചക്കറികൾ, പച്ച ഇലകളൊക്കെ ഉണ്ടാവുന്ന പച്ചക്കറികളുണ്ടല്ലോ, ആ പച്ചക്കറികളൊക്കെ ജറൂറിലെ നിർബന്ധമായും കൊണ്ടുവരണം. തിന്നുമ്പോഴേ അങ്ങനത്തെ ഇലകളൊക്കെ, ഇലക്കറികളൊക്കെ നമ്മൾ തിന്നണമെന്ന് മനസ്സിലായില്ലേ? ജറൂറിലെ പറഞ്ഞാൽ നിർബന്ധമായും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തിന്നുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുവരണം, ഇതൊക്കെ ഉണ്ടാവണം എന്ന്, ദൂതും ഹരിപത്തിയും ഉണ്ടാവണം എന്ന് മനസ്സിലായല്ലോ. പിന്നെ ഗറം ചീസ്, ചൂടുള്ള വസ്തുക്കൾ, ഗറം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, ചീസേ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, ചീസിൻ്റെ ജമ്മാണ് ചീസേ. ജൈസ ചായ കാഫി പീനൊക്കെ ഫൗർ, ചായയും കാപ്പിയൊക്കെ കുടിച്ച ഉടനെ, ഫൗറൻ എന്ന് പറഞ്ഞാൽ ഉടനെ, ചായയും കാപ്പിയൊക്കെ കുടിച്ചതിനു ശേഷം ടണ്ടാ പാനി യാ ശർബത്ത് നെയ്പ്പിയ, തണുത്ത വെള്ളമോ സർബത്തോ എന്ത് ചെയ്യരുത്, കുടിക്കരുത്. അപ്പോൾ ഒരു ചൂടുള്ള സാധനം അപ്പം തന്നെ തണുപ്പുള്ള സാധനം രണ്ടും കൂടി ഒപ്പം എന്ത് ചെയ്യരുത്, അടിക്കരുത്, തിന്നരുത്, കുടിക്കരുത്. മനസ്സിലായോ? പിന്നെ കാനേമേ സിയാദ മീട്ടി ചീസ് നെഹിക്കായ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര മധുരമുള്ള വസ്തുക്കളൊന്നും എന്ത് ചെയ്യരുത്, തിന്നരുത്. തിന്നണ സമയത്തേ ഭയങ്കര മധുരമുള്ള വസ്തുക്കളും എന്ത് ചെയ്യരുത്, തിന്നരുത്. സഖ്ത് ഓർ സിയാദ കട്ടി ചീസോ കാ ഇസ്തേമാൽ കം കറേ. സഖ്ത് എന്ന് പറഞ്ഞാ കഠിനമായ, ഓർ സിയാദ കട്ടി കൂടുതൽ പുളിയുള്ള, കൂടുതൽ കട്ടിയുള്ള എന്നല്ല കേട്ടോ, മലയാളത്തിൽ അയക്കണ പോലെ കട്ടിയുള്ളതാന്ന് പറയണ്ട, സിയാദ കട്ടി പറഞ്ഞാൽ കൂടുതൽ പുളിയുള്ള. അപ്പോൾ കൂടുതൽ പുളിയുള്ള കഠിനമായ ചീസോങ്ക ഇസ്തിമാൽ കം കറേ, വസ്തുക്കളുടെ ഉപയോഗം കം കറേ കുറക്കണം, കം കറേ കുറക്കണം. അപ്പം എന്തൊക്കെയാ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല? ശ്രദ്ധിക്കണില്ലേ? ശ്രദ്ധിക്കണില്ലേ? മാഷാ അല്ലാ, ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ഇല്ലടാ. അപ്പോൾ ഇസ്തറ, ഇപ്രകാരം ഹം അപ്പിനെ ദാന്തോങ്കോ, നമ്മൾ നമ്മുടെ ദാന്തുകളെ, നമ്മുടെ പല്ലുകളെ മസ്ബൂത്ത് ഉറപ്പുള്ളതും അതുപോലെ ചമക്ദാർ തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്നതായി, ചമക്ദാർ എന്നാൽ തിളക്കമുള്ളത് എന്നർത്ഥം കേട്ടോ, വെട്ടിത്തിളങ്ങുന്ന തിളക്കമുള്ളതാവും. അതുപോലെ ഓർ ഹൂബ് സൂറത്ത് രക്സക്തേ ഹൈ, വളരെ നല്ല, ഹൂബ് സൂറത്ത് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നർത്ഥം, വളരെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതായ രീതിയിലും ഉറപ്പുള്ളതും തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ പല്ലിനെ നമുക്ക് തന്നെ ആക്കാൻ സാധിക്കും, നമുക്ക് കഴിയും എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലെ അർത്ഥങ്ങളും എഴുതണം, അതിൻ്റെ മൊത്തത്തിലുള്ള ഷോർട്ടും എഴുതണം കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ മറ്റൊരു കാര്യം അതിൽ പറയാനുള്ളത്, കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇതിൽ
ലഫ്ലുകൾ അർത്ഥങ്ങളുണ്ടല്ലോ അതും ആ ഉറുദുവിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. മലയാളത്തിലും പഠിച്ചോളി, അതിന് പുറമെ ഉറുദു ലഫ്ലുകൾ ഇതിൽ പറഞ്ഞ് ഉറുദു തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.